കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനുള്ളത്. ഞാനിത് ഓപ്പൺ അപ്പ് ചെയ്യുകയാണ്. മൈക്ക് നമ്മളിവിടെ ചിന്തിക്കേണ്ടത് എന്തൊക്കെ ഇത് പരിഹരിക്കുവാനായിട്ട് നമുക്ക് എന്താണ് മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുള്ളത് എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഓപ്പൺ ഡിസ്കഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാവരും. ഹലോ, എൻ്റെ പേര് ലജി ജേക്കബ്, പട്ടമടത്തിൽ ഷിക്കാഗോയിൽ നിന്ന്. എനിക്ക് തോന്നുന്നത്, എൻ്റെ മനസ്സ് തോന്നുന്നത്, ഒരു സമഗ്രമായ അടിസ്ഥാനപരമായ ഒരു മാറ്റം നമ്മുടെ അസോസിയേഷൻ മുഖാന്തരം ജ്ഞാനായ സമുദായത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് കിട്ടുകയുള്ളൂ. അത് അസോസിയേഷൻ മെമ്പറായ സാബു തോട്ടുങ്കല് ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ വന്നത് യഥാർത്ഥത്തിൽ എനിക്കുന്ന ഈ കൺവെൻഷൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എൻ്റെ മനസ്സിൽ പോലും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജ്ഞാനായ കമ്മിറ്റി അംഗം എന്ന നിലയിൽ കഴിഞ്ഞ 3 വർഷമായി ജ്ഞാനായ കമ്മിറ്റിയുടെ കാലാവധി തീരാൻ പോവാം. പക്ഷെ പലപ്പോഴും അമേരിക്കയിലുള്ള വിഷയങ്ങൾ ഞങ്ങൾ പലപ്പോഴും ഇവിടുന്നുള്ള ഫോണിലൂടെയുള്ള വിവരങ്ങൾ അറിയുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എനിക്ക് അമേരിക്കയിൽ വന്നപ്പോഴാണ്. ഞാനിവിടെ വന്നതിന് ശേഷം നമ്മുടെ പല ദേവാലയങ്ങളിലും പോയി അവിടെയുള്ളവരുമായി വ്യക്തിപരമായി ഞാൻ പല കാര്യങ്ങളും സംസാരിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവർക്കുണ്ടായ ഒരു വികാരം എനിക്ക് വളരെ 100% ബോധ്യപ്പെട്ടതാണ്. അത് ഇന്ന് ഈ കൺവെൻഷനിൽ വന്നപ്പോഴും ബോധ്യപ്പെട്ടു. ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് എത്രയോ കിലോമീറ്റർ താണ്ടിയാണ് ഇത് വളരെ ദൂരത്തിൽ നിന്ന് ഇവിടെ വന്ന് ഈ 3 ദിവസം നിങ്ങളുടെയൊക്കെ ജോലിയൊക്കെ മാറ്റി വെച്ച് ഇവിടെ വന്ന് ഈ കൺവെൻഷൻ പങ്കെടുക്കാൻ വന്നത് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ബോധ്യപ്പെട്ട ഒരാൾ തന്നെയാണ്. എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ നിർഭാഗ്യവശാൽ നിങ്ങൾക്കറിയാമല്ലോ, ഈ വക കാര്യങ്ങളൊന്നും അവിടെ നാട്ടിൽ നമുക്കറിയാം. നമ്മുടെ പരമോന്നത ബോഡിയാണ് ജ്ഞാനായ അസോസിയേഷൻ എന്ന് പറയുന്നത്. സമുദായത്തിന്റെ മന്ത്രിസഭയാണ് ജ്ഞാനായ കമ്മിറ്റി. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കറിയാമല്ലോ, നമുക്ക് ഒരു മെത്രാപ്പോലിത്തായി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി നമുക്കിപ്പോൾ 4 മെത്രാപ്പോലിത്തമായി, സമുദായ മെത്രാപ്പോലിത്തായും അതോടൊപ്പം സമുദായ മെത്രാപ്പോലിത്തയെ സഹായിക്കുന്നതിന് വേണ്ടി 3 സഹായ മെത്രാപ്പോലിത്തമാരെയും നമുക്ക് പരിശുദ്ധ പാത്രീസ് ജ്ഞാനായ കമ്മിറ്റി ചർച്ച ചെയ്ത് അസോസിയേഷൻ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 3 മേഖലകൾ തിരിച്ച് അവർ 3 മേഖലയുടെ ചാർജ് കൊടുത്തതൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി ഞാൻ പറയുന്ന സമയം കുറവുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് അവരുടെ അധികാര അവകാശങ്ങൾ തീരുമാനിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളൊരു ദുഃഖകരമായ സത്യം ഞാൻ ഉൾപ്പെടെ ഉൾക്കൊള്ളുകയാണ്. ഞാനിരിക്കുന്ന അസോസിയേഷനോ ജ്ഞാനായ കമ്മിറ്റിക്കോ അത് കഴിയാതെ പോയി. സത്യം നിർഭാഗ്യവശാൽ കഴിയാതെ പോയതല്ല. ഇതിനു മുമ്പുള്ള ഞാനിരിക്കുന്ന ബഹുമാനപ്പെട്ട തമ്പാൻ തോമസും സമുദായ സെക്രട്ടറിയുടെ അദ്ദേഹം ഒക്കെ ഇരിക്കുന്ന ജ്ഞാനായ കമ്മിറ്റിയിൽ ഭൂരിപക്ഷ തീരുമാനത്തോടുകൂടി തീരുമാനിച്ച മിനിറ്റ്സിന്റെ റെക്കോർഡുകളുണ്ട്. അന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളായിരുന്നു ഇവരെ എടുക്കുന്നതിന് മുമ്പ് ഉള്ള അധികാരങ്ങൾ തീരുമാനിച്ചിട്ട് മാത്രമേ ഇവരെ വാഴിക്കാവുള്ളൂ. തീരുമാനിച്ചിട്ട് പോലും സാധിക്കാതെ പോയി. പക്ഷെ സാധ്യത നടന്നുപോയി. ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഇവിടുത്തെ പ്രശ്നങ്ങൾ, പള്ളികളിൽ ഞാൻ ഡാളസ് പള്ളിയിലും ഹൂസ്റ്റണിലും കഴിഞ്ഞ ഞായറാഴ്ച ഫിലാഡൽഫിയയിലും എനിക്ക് വലിയ വിഷമം തോന്നി. കാരണം അവിടെ അമ്മമാരുടെ രോദനം, ഞാൻ അവരെന്നോട് വളരെ വിഷമത്തോടു കൂടി അമ്മമാരെന്നോട് പറഞ്ഞു ഇതിനൊരു പരിഹാരം ഉണ്ടാകണം, ജ്ഞാനായ കമ്മിറ്റി അടിയന്തരമായി നാട്ടിൽ ചെല്ലുമ്പോൾ ചർച്ച ചെയ്യുമെന്ന്. ഞാൻ ബഹുമാനപ്പെട്ട ആലുമൂട്ടിലച്ചൻ വളരെ സീനിയറായ ഈ കാര്യങ്ങളൊക്കെ സമുദായത്തിലും ഭരണഘടനകളുടെ ഭരണങ്ങളെ നിലനിർത്തിക്കൊണ്ട് സംസാരിക്കുന്ന ആൾ അച്ഛനുള്ള പൊതുവായ. അപ്പൊ ഞാൻ പറഞ്ഞത് പൊതുവായ വിഷയം നമുക്കറിയാമല്ലോ. ഇപ്പം പല പ്രശ്നങ്ങളും നമുക്കുണ്ട്. ഈ ഭരണഘടനാ ഭേദഗതി അടക്കമുള്ള പല പ്രശ്നങ്ങളും അവിടെയുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ പല ഇടപെടലുകളും മേളിൽ നിന്നും നമുക്കറിയാം ഉണ്ടാകുന്നുണ്ട്. അതിന് മാറ്റം വരേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആദ്യം നമ്മുടെ അസോസിയേഷൻ അംഗങ്ങളെ ബോധവൽക്കരിക്കുക എങ്കിൽ മാത്രം ഈ കാര്യങ്ങളുമായി നമുക്ക് മുന്നോട്ട് എന്താണ് നടക്കുന്നത് എന്നുള്ളത് ബോധവൽക്കുന്നതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്നു. ഈ വികാരം തീർച്ചയായിട്ടും ഞാൻ അടുത്ത 5-ാം തീയതി ഇവിടെ തിരിച്ചു പോകുമ്പോൾ നാട്ടിൽ ചെല്ലുമ്പോൾ ആ വിഷയം ജ്ഞാനായ കമ്മിറ്റിയിൽ വളരെ സീനിയറായ ഒരു മെമ്പർ എന്ന നിലയിൽ എടുക്കുവാനും ജനങ്ങൾ അവിടെയുള്ള അസോസിയേഷൻ അംഗങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഒരു ശാശ്വതമായ പരിഹാരം കാണുവാൻ ശ്രമിക്കുമെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാം.